നമസ്കാരം. ഹരിനാമകീർത്തനം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പൂജാമുറിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നതിനെ പറ്റിയാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. വീഡിയോയുടെ ദൈർഘ്യം കൂടാതിരിക്കാൻ പ്രധാനപ്പെട്ട 10 പോയിൻറ്റുകൾ വളരെ ലളിതമായി പറഞ്ഞു തരാം. വീഡിയോ കാണുന്നതിന് മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് കാണാൻ ശ്രമിക്കണേ. എങ്കിൽ മാത്രമാണ് ഈ ചാനലിൽ നിത്യേന വരുന്ന ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുക. മാത്രമല്ല, നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടി ചെയ്താൽ അതിനുള്ള സംശയ നിവാരണം കൃത്യമായും കമൻറ്റ് ബോക്സിലൂടെ തന്നെ തരുന്നതാണ്. അപ്പോൾ വീട്ടിൽ ഐശ്വര്യം നിറയാൻ പൂജാമുറിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, പൂജാമുറിയിൽ വളരെ ശാന്തമായ ഭാവത്തിലുള്ള ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ വച്ച് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നേരെ മറിച്ച് രൗദ്രഭാവങ്ങളിലുള്ള ചിത്രങ്ങൾ വച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന് സ്പിരിച്വലി ആൻഡ് മെൻ്റലി 2 തലങ്ങളാണുള്ളത്. ഒന്ന്, നിങ്ങൾ ആ ഫോട്ടോയിൽ നോക്കി തൊഴുമ്പോൾ തന്നെ മനസ്സിന് ശാന്തത കിട്ടില്ല. എന്തെങ്കിലും കാര്യത്താൽ വിഷമം തോന്നുന്ന സമയത്താണ് നിങ്ങൾ ആ ചിത്രത്തിലേക്ക് നോക്കുന്നതെങ്കിൽ വല്ലാത്തൊരു വെപ്രാളവും നെഞ്ചെടുപ്പും കൂടുന്നതായി ഒരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടാകും. മനസ്സിൻ്റെ താളം തെറ്റുന്നതായി തോന്നിക്കും. രണ്ടാമത്, സ്പിരിച്വലി പറയുകയാണെങ്കിൽ ഇതുപോലെ രൗദ്രഭാവങ്ങൾക്ക് അതിൻ്റേതായ ആവശ്യങ്ങളാണ് പൂജാവിധികളിൽ പറയുക. ശത്രുസംഹാരം പോലുള്ളവ ചെയ്യുന്ന ചില ഇടങ്ങളിൽ ഇവ ഉപയോഗിക്കുന്നു. എന്നാൽ വീട്ടിൽ ചെറുപുഞ്ചിരിയോട് കൂടിയ ഭവനത്തിൽ സന്തോഷവും മനസ്സിന് സമാധാനവും നൽകുന്ന ശാന്തരായ ദേവീദേവന്മാർ മതിയാകും. സംഹാരത്തിനുള്ള രൗദ്രഭാവം ആ രീതിയായിരിക്കും ഭവനത്തിൽ പ്രവർത്തിക്കുക എന്ന് മനസ്സിലാക്കാം. അടുത്തതായി നാം ശ്രദ്ധിക്കാനുള്ളത്, പല വിധത്തിലുള്ള വിളക്കുകൾ നമുക്ക് വിപണിയിൽ ലഭ്യമാണ്. മയൂരവിളക്ക്, താമരവിളക്ക്, കുത്തുവിളക്ക്, അതങ്ങനെ പലതരത്തിൽ കിട്ടുമെങ്കിലും ബ്രഹ്മ വിഷ്ണു മഹേശ്വര സങ്കല്പത്തിൽ നിർമ്മിതമായ നിലവിളക്ക് ഭവനത്തിൽ ഐശ്വര്യം നിറയാൻ തെളിയിക്കേണ്ടതാണ്. മറ്റെല്ലാം വെളിച്ചം തരുക എന്ന ഉദ്ദേശം മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെയുള്ള നിലവിളക്കിൽ 2 or 5 നാളങ്ങൾ കത്തിക്കുക. ഇത്ര നാളങ്ങൾ കത്തിക്കണം എന്ന് ഞാൻ എണ്ണം പറയുന്നതിൽ കാര്യമുണ്ട്. അതിന് പിന്നിലെ തത്വം അറിയണമെന്നുണ്ടെങ്കിൽ നിലവിളക്കിനെ പറ്റി വിശദമായൊരു വീഡിയോ ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് സ്വാഭാവികമായും ആ വീഡിയോ കണ്ടവരായിരിക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ ചാനലിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയുന്നതാണ്. മൂന്നാമതായി പറയുവാനുള്ളത്, നിങ്ങളുടെ ഭവനത്തിലെ മഹാദേവൻ്റെ ചിത്രം വച്ചാണ് ആരാധിക്കുന്നതെങ്കിൽ അദ്ദേഹം ഒറ്റയ്ക്കിരുന്ന് ധ്യാനിക്കുന്നതായ ചിത്രം ഒഴിവാക്കി അവർ കുടുംബമായിട്ട് ഇരിക്കുന്ന ചിത്രം വയ്ക്കുകയാണെങ്കിൽ കൂടുതൽ ഉത്തമമായിരിക്കും. ഇതുപോലെ തന്നെയാണ് മഹാവിഷ്ണുവിൻ്റെ ചിത്രം വച്ച് പ്രാർത്ഥിക്കുമ്പോഴും. മഹാവിഷ്ണുവും ലക്ഷ്മീദേവിയും ഉൾക്കൊള്ളുന്ന കുടുംബപരമായ ഒരു ചിത്രം വയ്ക്കുകയാണെങ്കിൽ അത്യുത്തമം എന്ന് തന്നെ പറയാം. അടുത്തത്, വിളക്ക് കത്തിക്കുന്ന ഇടം പൂജാമുറിയോ അല്ലെങ്കിൽ പൂജാമുറി ഇല്ലാത്തവർ ഹാളിലോ സിറ്റൗട്ടിലോ എവിടെയാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾ വിളക്ക് തെളിയിച്ചോളൂ. അവിടെ ആ വിളക്കിന് സമീപത്തായിട്ട് തീപ്പെട്ടിക്കൊള്ളി, വിളക്കിലെ ക്ലാവും കരിയും തുടച്ച തുണികൾ, അത് ചിലപ്പോൾ പട്ടായിരിക്കാം. ഒന്നിലധികം വിളക്കുകളുണ്ടെങ്കിൽ കത്തിക്കാത്ത വിളക്ക് പൊടിയും കരിയും പറ്റിയ നിലയിൽ ഒരു വശത്തായി മാറ്റി വച്ചിരിക്കുന്നതും ഇവയെല്ലാം ലക്ഷ്മി സാന്നിധ്യത്തെ അകറ്റും എന്നത് ഓർത്തിരിക്കുക. പല ഭവനങ്ങളിലും ഇങ്ങനെ കാണാൻ ഇടയായത് കൊണ്ടാണ് ഞാനത് ഓർമ്മിപ്പിച്ചത്. നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അടുത്ത 5ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, നമുക്ക് ക്ഷേത്ര ദർശനം കഴിയുമ്പോൾ ചന്ദനം അല്ലെങ്കിൽ കുങ്കുമം എന്നിവ തൊടുകുറികളായി ക്ഷേത്രത്തിൽ ഭഗവാന് അർപ്പിച്ച പൂക്കൾ സഹിതം ഒരു വാഴയിലയിൽ ലഭിക്കാറുണ്ട്. അമ്പലത്തിൽ ഒരിക്കൽ ഭഗവാന് സമർപ്പിച്ച പൂക്കൾ നമുക്ക് പ്രസാദമായിരിക്കാം, വളരെ പുണ്യമുള്ളതായിരിക്കാം. പക്ഷേ ഭഗവാന് പൂജ കൊടുത്തു കഴിഞ്ഞാൽ നിർമാല്യം ആയിട്ടാണ് കരുതുക.
ഇവ നാം പൂജാമുറിയിലോ വിളക്കിന് മുന്നിലോ കൊണ്ടുവന്ന് സൂക്ഷിച്ച് വയ്ക്കുകയും ചെയ്യും. അങ്ങനെ അത് അവിടെ വെച്ച് നമ്മുടെ ഭവനങ്ങളിൽ രാവിലെയും വൈകിട്ടും വിളക്ക് തെളിയിക്കുമ്പോൾ ഒരിക്കൽ ഭഗവാന് സമർപ്പിച്ച പൂക്കൾ വീണ്ടും അർപ്പിക്കുന്നതായിട്ട് വേണം കരുതുവാൻ. ഒരിക്കൽ നാം ഉപയോഗിച്ച് മുഷിഞ്ഞ തുണികൾ വീണ്ടും ഉപയോഗിക്കുന്നത് പോലെ ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ ആ തൊടുകുറികളെ നമുക്കൊരു ടിന്നിലോ മറ്റോ ശേഖരിച്ച് വെച്ചതിന് ശേഷം ആ പൂക്കളെ നമുക്ക് കിഴക്ക് വടക്ക് ദിക്കിൽ കൊണ്ടുപോയി വൃത്തിയും ശുദ്ധിയും ഉള്ള ഇടം എന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു ചെടിയുടെയോ വൃക്ഷത്തിൻ്റെയോ ചുവട്ടിൽ നിക്ഷേപിക്കാവുന്നതാണ്. വാസ്തുപ്രകാരം നോക്കുമ്പോൾ ഈ ഈശാനകോണം എന്ന് പറയുന്നത് ഈശ്വര ചൈതന്യം തുളുമ്പുന്ന ഒരു സ്ഥലമായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ സ്ഥലം തിരഞ്ഞെടുക്കാൻ കാരണം. ക്ഷേത്രത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന പിച്ചിപ്പൂമാല, ഹാരം എന്നിവയും ഇങ്ങനെ തന്നെ കരുതണം. പൂജാമുറിയിൽ നിന്നും മാറ്റി ഹാളിലോ വാഹനത്തിലോ ഒക്കെ തൂക്കിയിടാവുന്നതാണ്. 6ാമത്തെ പോയിന്റ് നോക്കാം. നമ്മൾ വിളക്ക് തേക്കാൻ തിങ്കളാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച എന്നൊരു ദിവസമില്ല കേട്ടോ. പലപ്പോഴും ഞാനിത് കേൾക്കാനിടയായത് കൊണ്ടാണ് ഇവിടെ പറയണമെന്ന് കരുതിയത്. നമ്മൾ കത്തിച്ച വിളക്ക് പിറ്റേന്ന് വീണ്ടും തുടച്ച് കത്തിക്കാൻ ശ്രമിക്കരുത്. ദിവസവും കഴുകണം. അതിൽ ഉപേക്ഷ വിചാരിച്ചിട്ട് കാര്യമില്ല. 7ാമതായി പറയുവാനുള്ളത്, വിഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വക്ക് പൊട്ടിയതും അംഗഭംഗം വന്നതുമായ വിഗ്രഹങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അത് വെച്ച് വിളക്ക് തെളിയിച്ചാൽ ആ ഒരു അവസ്ഥ നമുക്കും ഇഷ്ടമാണെന്നാണ് അർത്ഥം ആക്കുക. അതിനാൽ നേരത്തെ പറഞ്ഞ പോലെ കിഴക്ക് ഭാഗത്തോ അല്ലെങ്കിൽ മലിനമല്ലാത്ത ഒഴുക്ക് വെള്ളത്തിലോ ഇവയെ ഒഴുക്കി വിടാവുന്നതാണ്. വലിയ മന്ത്രതന്ത്ര വിധികളോടുകൂടിയാണ് ക്ഷേത്രങ്ങളിലെ ബിംബങ്ങളിൽ ഈശ്വര ചൈതന്യം എത്തിക്കുന്നത്. അത് വെറുതെ ഒന്നും പറ്റുകയുമില്ല. ആ ബിംബം കല്ലുകൊണ്ടോ അല്ലെങ്കിൽ തടി കൊണ്ടോ നിർമ്മിച്ചതാകും. അതായത് ഈ കല്ലും തടിയും എന്നൊക്കെ പറയുന്ന വസ്തുക്കൾ വളരുന്നവയാണല്ലോ. അതുകൊണ്ടാണ് അവയെ തിരഞ്ഞെടുക്കാൻ കാരണം. കൃത്യമായ അളവിൽ ഉള്ളതുമായിരിക്കണം ആ ബിംബങ്ങൾ. എന്നാൽ മാത്രമാണ് അവിടെ ഈശ്വര ചൈതന്യത്തെ കൊണ്ടുവന്ന് എത്തിക്കാൻ കഴിയുക. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മുടെ വീടുകളിൽ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിലും മറ്റുമൊക്കെ കൊണ്ടുവയ്ക്കുന്ന വിഗ്രഹങ്ങളിൽ ഈശ്വര ചൈതന്യം വരുമോ? ആ വിഗ്രഹങ്ങൾ ഉടഞ്ഞു പോയാൽ കൊണ്ട് നമ്മൾ പുറത്തേക്ക് ഉപേക്ഷിക്കുമ്പോൾ അതുകൊണ്ട് വലിയ പാപം കിട്ടുമോ എന്നൊക്കെ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. അതിലൊരു പോസിറ്റീവ് എനർജി മാത്രമാണ് നമുക്ക് ആ വിഗ്രഹത്തിൽ കാണാൻ കഴിയുക. പൂജാമുറിയിലെ വിഗ്രഹം കണ്ടു തൊഴുമ്പോൾ മനസ്സിന് ഒരു തൃപ്തിയൊക്കെ ലഭിക്കും. ആയതിന് മാത്രമാണ് ഈ വിഗ്രഹങ്ങൾ നാം ഉപയോഗിക്കുക. അതുകൊണ്ട് അതിൽ പേടിക്കേണ്ടത് ഒന്നും തന്നെ ഇല്ല എന്ന് കരുതി വൃത്തിയില്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഉപേക്ഷിച്ച് കളയരുത് കേട്ടോ. അത് മനഃപൂർവ്വം നമ്മൾ ഈശ്വരനെ അവഹേളിക്കുന്നതിന് തുല്യമായി പോവും. ചില്ലുകൊണ്ടുള്ള ഭഗവാന്റെ ചിത്രങ്ങൾ വച്ചാണ് പൂജിക്കുന്നതെങ്കിലും ഉടഞ്ഞു പോവുകയാണെങ്കിൽ അത് മാറ്റുക തന്നെ വേണം. പൂജാമുറി മാറാല പിടിച്ച് കിടക്കുന്നത് ഉത്തമമല്ല. ലക്ഷ്മി ദേവിക്ക് പകരം അവിടെ മൂദേവി കയറി വസിക്കുന്നത് ശരിയാണോ എന്ന് ചിന്തിച്ചാൽ മതിയാകും. നാം ഉണ്ണുന്ന പാത്രം മാത്രം കഴുകി വൃത്തിയാക്കിയാൽ പോരല്ലോ. ഇരിക്കുന്ന മേശ കൂടി വൃത്തിയായാൽ മാത്രമാണ് നമുക്ക് ശുചിത്വമായൊരു അന്തരീക്ഷം ലഭിക്കുക. അടുത്ത 9ാമത്തെ പോയിൻ്റ്, കിഴക്കോട്ട് നോക്കി നിന്ന് വിളക്ക് തെളിയിക്കണം. അതിന് വിഗ്രഹം പടിഞ്ഞാറേക്ക് നോക്കി ഇരിക്കേണ്ടതുണ്ട്. അതിന് സ്ഥലപരിമിതി വീട്ടിൽ അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പടിഞ്ഞാട്ടേക്ക് നോക്കി നിന്ന് വിളക്ക് തെളിയിക്കാം. അപ്പോൾ വിഗ്രഹം നോക്കുന്നത് കിഴക്കോട്ടായിരിക്കും. വടക്ക് തെക്ക് ദിശകൾ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇനി 10ാമത്തേതും വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യം, നിങ്ങൾ പലരും പൂജാമുറിയിലേക്കായിട്ട് സെപ്പറേറ്റ് ഒരു ചൂല് ഉപയോഗിക്കുന്നവരായിരിക്കും. മുറിയിലെ മാറാലയും മറ്റുമൊക്കെ അടിച്ച് കളയുന്നതിനായിട്ട് ആ ചൂല് ഉപയോഗിച്ചിട്ട് ആ പൂജാമുറിയുടെ ഒരു വശത്തായി ഈ ചൂലിനെ ഒതുക്കി വെച്ച് പിന്നെ അവിടെ വിളക്ക് തെളിയിക്കാറുണ്ട്. അത് ഒരിക്കലും ചെയ്തുകൂടാത്തൊരു കാര്യമാണ്. കഴിവതും പൂജാമുറിയിൽ സെപ്പറേറ്റ് ആണെങ്കിൽ പോലും ഒരു ചൂല് ഉപയോഗിക്കാതിരിക്കുക. പകരം ഒരു തുണിയോ മറ്റോ ഉപയോഗിച്ച് മാറാലയും പൊടിയുമൊക്കെ തൂത്ത് പുറത്തിറക്കുക. അത് കൃത്യമായി കഴുകി സൂക്ഷിച്ചാൽ മതിയാവും. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ. മാത്രമല്ല പുതുവർഷ ഫലം കൂടി നിങ്ങൾക്ക് ഈ ചാനൽ നോക്കിയാൽ ലഭ്യമാണ്. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.